السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എജുപീഡിയ ട്യൂട്ടോറിയലിൻ്റെ കീഴിൽ നമ്മൾ ഇനി മുതൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA അറബിക്കിൻ്റെ വിവിധ വിഷയങ്ങൾ, അതിൻ്റെ ക്ലാസ്സുകൾ ആണ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലാദ്യം അറബിക് സിൻടാക്സ് എന്ന പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളുടെ സ്റ്റഡി നോട്ട്സുകൾ നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിവിധ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ അവ റെഫർ ചെയ്ത് തയ്യാറാക്കുന്ന സ്റ്റഡി നോട്ടുകൾ, അതുപോലെ നോട്ടിൻ്റെ എക്സ്പ്ലനേഷൻസ് തുടങ്ങി പല കാര്യങ്ങളും നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലുണ്ടാകും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ ഉള്ള നമ്പർ ഉപയോഗപ്പെടുത്തി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അറബിക് സിൻടാക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ യൂണിറ്റ് 1 പാർട്ട് 1 ഞങ്ങൾക്ക് കാര്യമായി പഠിക്കാനുള്ളത് ഒന്ന് അലിഫ്ലാമ് കൊണ്ട് മാരിഫൈ ആകുന്ന മാരിഫയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. അതുപോലെ തൊട്ടപ്പുറത്തെ ചാപ്റ്ററിൽ ബിംബത്തുൽ ഇസ്മിയ എന്താണെന്ന് ചർച്ചയുണ്ട്. അതുപോലെ ജെൻഡർ ജിൻസിനെ കുറിച്ചുള്ള പഠനമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരുന്ന വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അൽ മുഅറഫു ബിൽ അൽഫി വല്ലാം, അഥവാ ദി ആർട്ടിക്കിൾസ് എന്ന് പറയും. സാധാരണ നമ്മൾ ഈ ഇംഗ്ലീഷിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡിഫിനിറ്റ് ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിവിധ ആർട്ടിക്കിളുകൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അറബിയിൽ അതിന് ഉപയോഗിക്കുന്ന ശൈലിയാണ് അലിഫു വല്ലാം, അൽ മുഅറഫു ബിൽ അൽഫി വല്ലാം. നമുക്ക് ഓരോന്നായി പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ, അതുപോലെ വിശദീകരണങ്ങൾ, അതിൽ നിന്ന് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന രൂപത്തിലാണ് നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റഡി നോട്ട് കൊണ്ട് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സ്റ്റഡി നോട്ട് നേരത്തെ പറഞ്ഞത് അത് വിവിധ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ടുള്ള അതിൻ്റെ ആൻസറുകൾ എന്ന രൂപത്തിലാണ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നമ്മൾ തൽക്കാലം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റഡി നോട്ട് മാത്രമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, എന്താണ് ഈ മുഅറഫു ബിൽ അലിഫി വല്ലാം, അലിഫ്ലാം കൊണ്ട് മാരിഫൈ ആക്കപ്പെട്ടത് പറഞ്ഞാൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരം കാണാം. ഇസ്മുൻ ദഖലത്ത് അലൈഹി അലിഫ് അല്ലാം, അൽ എന്ന് പ്രവേശിച്ചത് അല്ലേ, അത് ഏതൊരു ഇസ്മുമാണ്. ആ ഇസ്മിൽ അൽ എന്നതുണ്ട്. താരീഫിൻ്റെ മേൽ അറിയിക്കുന്ന അല്ലുണ്ട്. ഫാസ്ബ യദുല്ലു അലാ ഷൈഇൻ മഅറൂഫിൻ മുഹദ്ദദിൻ ലിൽ മുതകല്ലിമി വസാമിഈൻ, ഓഡിയൻസിനും അതുപോലെ മുതകല്ലിമിനൊക്കെ വളരെ വ്യക്തമായിട്ട് നിർണയിക്കപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ അറിയപ്പെട്ട ഒന്നിൻ്റെ മേൽ അറിയിക്കുന്ന ഇതായിട്ട് എന്ത് ചെയ്യും, ഈ അൽഫ്ലാമ് കേരളോട് കൂടെ മാറുന്നതാണ്. ഏതൊരു ഇസ്മാണെങ്കിലും ആ ഇസ്മിൻ്റെ മേലിൽ അൽ എന്ന് പ്രവേശിക്കുന്നതോട് കൂടെ അതൊരു അറിയപ്പെട്ട അല്ലെങ്കിൽ ഒരു നിർമ്മിതമായ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ശ്രോതാവിൻ്റെയോ ഒക്കെ മേൽ ഓഡിയൻസിനെ അറിയിക്കുന്ന ഇതായിട്ട് എന്ത് ചെയ്യും, അത് മാറും എന്നാണ് പറഞ്ഞത്. ഉദാഹരണങ്ങൾക്ക് താഴെ പറയുമ്പോൾ വളരെ കൃത്യമാവും. അതിനടുക്ക് ഒരു വിഷയം അൽ ഫർഖു ബൈന നക്കിറത്തി വൽ മാരിഫ, എന്താണ് ഈ നക്കിറയും മാരിഫയും തമ്മിലുള്ള മാറ്റം? നമ്മളിപ്പോൾ പഠിക്കുന്ന മാരിഫ ആണെന്ന് പറഞ്ഞല്ലോ, മാരിഫയുടെ നേരെ ഓപ്പോസിറ്റാണ് നക്കിറ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും. അപ്പോൾ നക്കിറയെ കുറിച്ച് അറിയിക്കുന്നത് എന്താണ്? ആ നക്കിറ തദുല്ലു അലാ ഷൈഇൻ ഗൈരി മുഅയ്യനിൻ. ഓക്കെ, അപ്പോൾ നക്കിറയുടെ താരിഫോടെ കൊടുത്ത് കാണാം. തദുല്ലു അലാ ഷൈഇൻ ഗൈരി മുഅയ്യനിൻ, നിർണിതമല്ലാത്ത ഒരു കാര്യത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനെയാണ് നക്കിറ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ വലതുൻ, വലതുൻ എന്നുള്ളതിന് ഏതോ ഒരു കുട്ടി എന്നർത്ഥമുള്ളൂ. ഏത് കുട്ടി അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പരാമർശിക്കപ്പെട്ട കുട്ടി അങ്ങനെ അർത്ഥമല്ല, ഏതോ ഒരു കുട്ടി. അതുപോലെ കിതാബുൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കിതാബ്, ത്വാഇറത്തുൻ ഏതോ ഒരു വിമാനം. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എ ബോയ് അല്ലെങ്കിൽ എ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് നിക്കറയാകുമ്പോൾ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ലാ നാരിഫു അയ്യ വലദിൻ ഔ കിതാബിൻ നഖ്സുദു, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കിതാബിനെയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ എന്താകുന്നില്ല, താരീഫ് ചെയ്തുകൊണ്ട് പറയുന്നില്ല. ഏതോ ഒരു കുട്ടി എന്ന അർത്ഥത്തെ നിക്കറയാകുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. ഇതേ വാക്ക് തന്നെ മാരിഫി ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നോക്കും. അൽ മുഅറഫു ബിൽ അൽ, അല്ലുകൊണ്ട് മാരിഫി ആകുന്നത് തദുല്ലു അലാ ഷൈഇൻ മുഅയ്യനിൻ വ മഅറൂഫിൻ, അത് അറിയപ്പെട്ട നിർണിതമായ ഒന്നിൻ്റെ മേൽ അറിയിക്കുന്നു.
ഉദാഹരണം നോക്കൂ, അൽ വലതു ആ അറിയപ്പെട്ട കുട്ടീനെ അർത്ഥം. അഥവാ ഒന്നുകിൽ നമ്മൾ മുകളിൽ പരാമർശിക്കപ്പെട്ട സെന്റൻസിലേക്ക് വരികയാണെങ്കിൽ അൽ വലതു എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മൾ പരാമർശിക്കപ്പെട്ട കുട്ടി എന്ന അർത്ഥം ഉണ്ടാവും. അൽ കിതാബ് അറിയപ്പെട്ട ഗ്രന്ഥം, ത്വായിറ അറിയപ്പെട്ട വിമാനം അർത്ഥം ഉണ്ടാവും. അപ്പൊ അയ്യ വലതിൻ ഔ അയ്യ കിതാബ് അല്ലേ എന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും ഏത് കുട്ടി ഏത് കിതാബ് എന്ന് കൃത്യമായി മനസ്സിലാക്കും. മറ്റൊരിടത്ത് അങ്ങനെ ഉണ്ടാവില്ല. നെക്കറിയാകുമ്പോൾ ഏതോ ഒരു കുട്ടി അല്ലെങ്കിൽ ഏതോ ഒരു പുസ്തകം എന്ന് പറയുന്ന അർത്ഥമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ വിശദീകരണം നോക്കാം. ചില തൗദിഹിയ ചില വ്യക്തമാക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ നോക്കൂ. അൽ ജുംലത്തു ബിൻ നക്കിറ അൽ ജുംലത്തു ബിൻ മാരിഫ. ഇല്ല അല്ലുകൊണ്ട് മാരിഫ ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും അല്ലാത്ത മാറ്റവും നോക്കൂ. റഅയ്തു തിൽമീദത ഫിൽ ഫസ്ലി. ഈ ഉദാഹരണം നോക്കൂട്ടോ, ഒന്നാമത്തെ ഭാഗത്തുള്ള ഉദാഹരണം. ഇവിടെ നോക്കൂ, തിൽമീദ എന്നാണ് ഉപയോഗിച്ചത്. തിൽമീദത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥിനി എന്നൊക്കെ അർത്ഥം വെക്കാം, അല്ലെങ്കിൽ ശിഷ്യ എന്നൊക്കെ അർത്ഥം വെക്കാം. അപ്പോൾ റഅയ്തു ഞാൻ കണ്ടു, തിൽമീദത്ത വിദ്യാർത്ഥിനിയെ ഞാൻ കണ്ടു, ഫിൽ ഫസ്ലി ക്ലാസ്സിൽ കണ്ടു. ആ അറിയപ്പെട്ട വിദ്യാർത്ഥിനിയെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തൊട്ടപ്പുറത്ത് നോക്കൂ, റഅയ്തു തിൽമീദത്തൻ ഫിൽ ഫസ്ലി എന്ന് പറയുമ്പോൾ ഇതേ വേർഡ് തന്നെയാണ്, പക്ഷെ തിൽമീദത്ത് എന്ന് പറയുന്ന വേർഡിൽ അല്ല് ഇല്ല. അപ്പൊ എന്താ മാറ്റം? അത് നെക്കറാണ്. അപ്പൊ എന്താ മാറ്റം വരിക? ക്ലാസ്സിൽ ഞാൻ ഏതോ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഏതോ ഒരു പിന്നെ വിദ്യാർത്ഥിനിയെ കണ്ടു എന്നർത്ഥം ഉണ്ടാവും. മറ്റേത് എന്തായിരിക്കും അർത്ഥം? നമ്മൾ നേരത്തെ പരാമർശിക്കപ്പെട്ട വിദ്യാർത്ഥിനിയെ ഞാൻ ക്ലാസ്സിൽ കണ്ടു എന്നർത്ഥമാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവിടെ മാരിഫ ഉണ്ടാവും. അത് പ്രത്യേകമായ ഒരു വ്യക്തിയിലേക്ക് കുറിക്കുന്നതായിരിക്കും. പക്ഷെ നെക്കിറയിലേക്ക് വരുമ്പോൾ അങ്ങനെയില്ല. ഏതോ ഒരു വിദ്യാർത്ഥിയെ ഞാൻ കണ്ടു എന്നർത്ഥം ഉണ്ടാവുള്ളൂ. അടുത്ത താഴെ ഉദാഹരണം നോക്കൂ. കുസ്സിറ അൽ ഹുസ്നു മിന ഷജറത്തി. കുസ്സിറ ഹുസ്നുൻ മിന ഷജറത്തി. നോക്കൂ, ഇതിന്റെ അർത്ഥം എന്താ മാറ്റം വരുന്നത്? ഒന്നാമത് മാരിഫ ആകുമ്പോൾ വലതു ഭാഗത്തുള്ള കാണാം. അത് മാരിഫ ആകുമ്പോൾ അല്ലുണ്ട്. അല്ലുണ്ടാകുമ്പോൾ എന്താ അർത്ഥം വരിക? ആ മരത്തിൽ നിന്നുള്ള ആ കൊമ്പ് പൊട്ടി അർത്ഥം ഉണ്ടാവും. മരത്തിൽ നിന്നുള്ള ആ കൊമ്പ്. അപ്പൊ ഏതോ ഒരു പ്രത്യേകമായ ഒരു കൊമ്പിനെ കുറിച്ചാണ് ആ ചർച്ച. ഫോർ എക്സാമ്പിൾ എന്താണ്, റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന യാത്രികർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു കൊമ്പായിരുന്നു, അത് പൊട്ടി. അപ്പൊ അതിനെക്കുറിച്ച് നേരത്തെ പരാമർശിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ ആ കൊമ്പ് മരത്തിന്റെ ആ കൊമ്പ് പൊട്ടിട്ടോ എന്ന് നമ്മൾ പറയുമല്ലോ. അവിടെ നമ്മൾ അൽഫ്ലാം ഉപയോഗിച്ചിട്ട് മാരിഫ ആക്കിയിട്ടാണ് പ്രയോഗിക്കുക. ഇപ്പുറത്ത് നെക്കറയാണെങ്കിലോ കുസിറ ഹുസ്നു മിന ഷജറത്തി മരത്തിൽ നിന്ന് ഏതോ ഒരു കൊമ്പ് പൊട്ടി എന്നർത്ഥം അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് നെക്കറയും മാരിഫയും തമ്മിലുള്ള മാറ്റം. വേറെ ഉദാഹരണം കൂടി നോക്കാം. നസലത്തി ത്വായിറത്തു ഫിൽ മത്താരി. എയർപോർട്ടിൽ ആ വിമാനം ഇറങ്ങി. പുറത്ത് നെക്കറയാകുമ്പോൾ നസലത്ത് ത്വായിറത്തുൻ ഫി മത്താരി. എയർപോർട്ടിൽ ഏതോ ഒരു വിമാനം ഇറങ്ങി. രണ്ട് മാറ്റം എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു വിമാനത്തെ കുറിച്ച് ഭയങ്കര ചർച്ചയാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ. ആ വിമാനം എന്താണ്, അതിനെന്തോ ഒരു സാങ്കേതികമായ തകരാറുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇറങ്ങാൻ പോകുന്നതിനെ കുറിച്ച് ലോകം മൊത്തം ചർച്ചയാണെങ്കിൽ ആ ഒരു പ്രത്യേക നാട്ടിൽ ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ വാർത്ത വരുന്നു, ആ വിമാനം എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ ആ വിമാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മൾ പരാമർശിക്കപ്പെട്ട ചർച്ചയായ ആ വിമാനം, അറിയപ്പെട്ട വിമാനം, അത് എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ അതാണ് മാരിഫ ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. നെക്കറിയാകുമ്പോൾ ഏതോ ഒരു വിമാനം ഏതോ ഒരു എയർപോർട്ടിൽ ഇറങ്ങി എന്ന് പറയുന്ന അർത്ഥമേ ഉണ്ടാവുള്ളൂ. അവിടെ പ്രത്യേകമായ ഒരു വിമാനത്തിനെ എന്താക്കുന്നില്ല, തയ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി ഈ വിമാനം എന്ന് പറയുന്നില്ല. അതാണ് നെക്കറയും മാരിഫയും തമ്മിലുള്ള മാറ്റം. ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ദ ബുക്ക് എന്ന് പറയുമ്പോൾ മുകളിലൂടെ പരാമർശിക്കപ്പെട്ട ബുക്കിനെ കുറിച്ചുള്ള സൂചനയാണ്. അങ്ങനെയൊന്നും ഇല്ലാതെ എ ബുക്ക് ഉപയോഗിക്കുമ്പോഴോ അവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ ഏതോ ഒരു ബുക്ക് നേരത്തെ ഉണ്ടാവുള്ളൂ. അതിന് അറബിയിൽ നെക്കറയും മാരിഫയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഗതി വളരെ സിമ്പിളാണ്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താഴെ പറയുന്ന ഉദാഹരണങ്ങൾ ഇനി പറയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലുള്ള ചില പ്രധാനപ്പെട്ട ചില നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളാണ്. മുലാഹദാത്തുൽ മുഹിമ്മ. ഒന്ന്, ഇദാ ദഖലത് അലൽ ഇസ്മി നിക്കറത്തി ജഅലതു മാരിഫ. ഒരു ഇസ്മിന്റെ നിക്കറയായ ഒരു ഇസ്മിന്റെ മേലിൽ അല്ല് കടന്നാൽ അതെന്താവും, മാരിഫയായിട്ട് അത് മാറുന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കിതാബുൻ എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുക. വലതുവശത്ത് കാണാം കിതാബുൻ. ഈ കിതാബുൻ എന്നുള്ളത് നിക്കറയാണ്, പക്ഷെ അതിൽ അല്ല് കിടക്കുന്നതുകൊണ്ട് എന്തായി, അൽ കിതാബ് എന്നായി. അപ്പോൾ എന്തായി, മാരിഫയായി മാറി. മറ്റൊന്നാണെന്ത്, ബൈത്തുൻ. ബൈത്തുൻ എന്നാൽ ഏതോ ഒരു വീട് നേരത്തുള്ളൂ. അപ്പോൾ അത് എല്ലാ അല്ല് കിടക്കുമ്പോൾ എന്തായി, അൽ ബൈത്ത്, അഥവാ ആ അറിയപ്പെട്ട വീട് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാരിഫയായി മാറി. അപ്പോൾ ഏതൊരു നിക്കറയും അതിലൊരു അല്ല് ചേർത്തി കൊടുത്താൽ അത് മാരിഫയായി മാറും എന്നുള്ളതാണ് ആ പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, അൽ ജുമലു തഖ്തലിഫു ഫിൽ മഅന ഇദാ ഇസ്തഖ്ദംനാ അൽ ഔ ലം നസ്തഖ്ദിംഹാ. മറ്റൊരു കാര്യം, ആശയത്തിൽ നമ്മൾ അല്ല് ചേർത്ത് കൊടുക്കുമ്പോഴും ചേർത്ത് കൊടുക്കാതിരിക്കുമ്പോഴും ആശയത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം, ബൈത്തുൻ സഗീറുൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ചെറിയ വീട് നേരത്തെ ഉള്ളൂ. അതൊന്നുമില്ല, ഐ ബൈത്തുൻ ഗൈറു മുഅയ്യൻ. ബൈത്തുൻ സഗീർ എന്ന് പറയുമ്പോൾ ഒരു നിർമ്മിതമായ വീട് അല്ല, ഏതോ ഒരു വീട്, ചെറിയ വീട് നേരത്തെ ഉള്ളൂ.
ഈ സമയം അൽ ബൈത്തു സഗീറു എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ അറിയപ്പെട്ട നിർണിതമായ കൃത്യമായി നമ്മൾ മനസ്സിലാക്കപ്പെട്ട ആ ഒരു ചെറിയ വീട് എന്നർത്ഥമാണ് ഉണ്ടാവുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ല് ചേർക്കുന്നതും ചേർക്കാത്തതും മാറ്റമുണ്ട്. നിക്രയാവുമ്പോൾ മാരിഫയാവുമ്പോൾ മാറ്റമുണ്ട്. മാരിഫയാവുമ്പോൾ അത് കൃത്യമായി പോയിന്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒന്നിലേക്ക് കുറിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ് സിഫത്തു തത്തബിയുൽ മൗസൂഫ ഫി താരിഫി വ തൻകീരി. മുമ്പ് നമ്മൾ കഴിഞ്ഞ BA തലത്തിലോ അല്ലെങ്കിൽ താഴെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിഫത്ത് എന്ന് പറയുന്നത് തവാബികളിൽ പെട്ടതാണ്. അഥവാ ഇറാബിന്റെ വിഷയത്തിലൊക്കെ എന്താവും, പിന്നെ സിഫത്ത് മൗസൂഫിനെ പിന്തുടരും. അപ്പോൾ താരിഫിലും തെൻകീറിലും അതുണ്ടാവും. എന്ന് വെച്ചാൽ സിഫത്ത് താരിഫാണ്, മൗസൂഫ് താരിഫാണ്, മുഅറഫാണ് എങ്കിൽ എന്തായിരിക്കും, സിഫത്തും അപ്രകാരം മാരിഫയായിരിക്കും. മൗസൂഫ് നെക്രയാണെങ്കിൽ സിഫത്ത് നെക്രയായിരിക്കും. ഉദാഹരണം നോക്കൂ, വലതുൻ ദക്കിയൻ, സ്മാർട്ട് സ്റ്റുഡൻറ് എന്നർത്ഥം, നല്ല ബുദ്ധിയുള്ള സമർത്ഥനായ വിദ്യാർത്ഥി. അവിടെ നെക്രയാണല്ലോ. വലതു എന്നതിൽ മൗസൂഫ് ഏതാ, ആദ്യം പറയപ്പെട്ടതായിരിക്കും മൗസൂഫ്. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല. ഉദാഹരണം ഏതൊന്നിനെ കുറിച്ചാണോ വിശേഷണം പറയപ്പെടുന്നത് അതായിരിക്കും മൗസൂഫ്. ഇവിടെ വലതു എന്നുള്ളതാണെന്ത് മൗസൂഫ്, ദക്കിയു എന്നുള്ളതിന്റെ സിഫത്താണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വലതു എന്ന് പറയുന്നത് നെക്രയാണല്ലോ. അപ്പോൾ സിഫത്തും എന്തായി നെക്രയായി. ഇനി തൊട്ട് താഴെയുള്ളതാണ് നോക്കൂ, അൽ വലതു അൽ ദക്കിയു, ആ നല്ല സമർത്ഥനായ സ്റ്റുഡൻറ്, അറിയപ്പെട്ട സ്റ്റുഡൻറ് നേരത്തെ. അവിടെ മൗസൂഫിന്റെ അവിടെ അല്ലുണ്ട്. അപ്പോൾ ഇവിടെ സിഫത്തിന്റെ അവിടെയും വല്ലു വന്നു. അപ്പൊ അൽ വലതു അൽ ദക്കിയു. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, മൗസൂഫിന്റെ മാരിഫയാണ് എങ്കിൽ സിഫത്തും മാരിഫയായിരിക്കും. മൗസൂഫ് നെക്രയാണെങ്കിൽ സിഫത്തും നെക്രയായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മൗസൂഫിനെ സിഫത്ത് താരിഫ് തൻകീർ വിഷയത്തിൽ മൗസൂഫിനെ സിഫത്ത് എന്തായിരിക്കും ഫോളോ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ പഠിച്ചതിനാണ്, എടുത്ത് പറഞ്ഞു. ഇതിൽ ഭാഗം പറഞ്ഞിട്ട് ചുരുക്കത്തിലേ ഉള്ളൂ. എന്താണ് അൽ എന്ന് പറയുന്നത് അദാത്തു താരീഫിന്റെ അദാത്താണ്. അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്തിനാണോ ഉപയോഗിക്കുന്നത് അതേ ധർമ്മമാണ്. ഏതാണ്ട് കൃത്യമായി തന്നെയാണ് പറയാൻ കഴിയുക. രണ്ട് ഭാഷകളാണ്. എന്നാലും ഏകദേശം അതിന്റെ ആശയം ഞാൻ പറയുന്നത് അറബിയിൽ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. തദ്ഖുലു അല അൽ ഇസ്മി നിക്റത്തി ഫതസിറുഹു മാരിഫ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതൊരു നിക്റയായ ഇസ്മിന്റെ മേലും അല്ല് കടക്കുന്നതോടെ അത് മാരിഫയായിട്ട് മാറും. ഐ തദുല്ലു അലാ ഷൈഇൻ മുഅയ്യൻ മഅറൂഫിൻ എന്ന് വെച്ചാൽ നിക്റയാകുമ്പോൾ പ്രത്യേകമായി ഒന്നും അറിയിക്കാത്തതായിരിക്കുമല്ലോ. അപ്പോൾ ഈ പറയുന്ന അല്ല് കടക്കുമ്പോൾ എന്താകും, തദുല്ലു അലാ ഷൈഇൻ മുഅയ്യനിൻ, അത് നിർണിതമായ ഒന്നിന്റെ മേൽ അറിയിക്കുന്നതായിരിക്കും. മഅറൂഫിൻ അറിയപ്പെട്ട ഒന്നിന്റെ മേൽ അറിയിക്കുന്നതായിരിക്കും. മറ്റൊന്ന് വസിഫത്ത് യജിബു അൻ തുവാഫിഖൽ മൗസൂഫു ഫി താരിഫി വ തൻകീരി. മറ്റൊന്ന് നിർബന്ധമാണ് തുവാഫിഖൽ മൗസൂഫ് എന്തായിരിക്കണം, യോജിക്കൽ അനിവാര്യമാണ്. ഫി താരിഫി വ തൻകീരി, താരിഫിലും തൻകീറിലും അഥവാ മാരിഫയാകുന്നതിലും നിക്റയാകുന്നതിലും. മൗസൂഫ് നിക്റയാണെങ്കിൽ സിഫത്ത് നിക്റയാകും, മൗസൂഫ് മാരിഫയാണെങ്കിൽ സിഫത്ത് മാരിഫയാകും. ഇതാണ് നമ്മൾ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ നമ്മൾ അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ അൽ ജുംലത്തുൽ ഇസ്മിയ ആണ്. അഥവാ നോമിനൽ സെന്റൻസ് എന്ന് പറയും. അഥവാ ഇസ്മിയായ ജുംലയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാണാം അദ്ദർസു അൽ ജുംലത്തുൽ ഇസ്മിയ. ആദ്യം പിന്നെ താരിഫ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ, അൽ ജുംലത്തുൽ ഇസ്മിയത്തു ഹിയ ജുംലത്തുൻ തുബ്ദഉ ബി ഇസ്മിൻ വതതകവ്വനു ഗാലിബൻ മിൻ മുബ്തദഇൻ വ ഖബറിൻ. സിമ്പിളാണ്. അഥവാ ഒരു ജുംലയാണത്. ഏത് ജുംലയാണ്? അത് ഇസ്മ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ മിക്കവാറും ഒരു മുബ്തദയും ഒരു ഖബറും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എന്ത് പറയാ, ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുക. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ മുബ്തദയും ഖബറും കൂടിയിട്ടുള്ള ഒരു ജുംല, ഇസ്മ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ജുംല. എന്താണ് മുബ്തദ? അൽ ഇസ്മുല്ലദീ നതഹദ്ദസു അൻഹു, നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് മുബ്തദ. അല്ലെ, നമ്മൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയും. അതേ സംഭവമാണ്. അതിൽ ആകെ പറയുന്ന സബ്ജക്റ്റാണ് മുബ്തദയുടെ നേരെ കൗണ്ടർ പാർട്ട്. നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം. അപ്പോൾ അൽ ഇസ്മുല്ലദീ നതഹദ്ദസു അൻഹു, ആരെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അതാണ് മുബ്തദ. ഖബർ എന്ന് പറഞ്ഞാലോ മാ നുഖ്ബിറു ബിഹി അനിൽ മുബ്തദഇ, മുബ്തദയെ കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ഖബർ. നമ്മൾ ഇംഗ്ലീഷിൽ അതിന് പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഉദാഹരണങ്ങൾ പറയുമ്പോൾ കൃത്യമാകും. തർക്കീബുൽ അസാസി, ഇപ്പോൾ ഇതിനെ ഉണ്ടാക്കേണ്ട അതിൻ്റെ ആ ഒരു നിർമ്മാണ ശൈലി, തർക്കീബാണ് അതിൽ പറയുന്നത്. ഒരു ജുംലത്തുൽ ഇസ്മിയ നിർമ്മിക്കേണ്ടത് ഒരു മുബ്തദയും ഒരു ഖബറും കൂടിയിട്ടാണ്. അവർ കൊടുത്തത് മുബ്തദ പ്ലസ് ഖബർ ഈസ് ഈക്വൽ ടു ജുംലത്തുൽ ഇസ്മിയ. അതാണ് ഒരു നോമിനൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കൂടി ചേർന്നാൽ ഒരു നോമിനൽ സെന്റൻസ് ആയി. ഉദാഹരണം നോക്കൂ, അൽ കിതാബു നാഫിഉൻ. കാണുന്നില്ലല്ലോ, അൽ കിതാബു നാഫിഉൻ, ഗ്രന്ഥം വളരെ ഉപകാരപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പുസ്തകം വളരെ യൂസ്ഫുൾ ആണ് എന്നാണ് അതിൽ ഉള്ളത്.
നോക്കൂ, നിങ്ങളിതൊരു മുബ്തദയും ഖബറും കൂടി ജുംലാണെന്ന് കാണാൻ പറ്റും. അൽ കിതാബ്, കിതാബ് ആവുന്നത് നാഫിയുൻ, അത് വളരെ ഉപകാരപ്രദമാണ്, യൂസ്ഫുൾ ആണ്. ദ ബുക്ക് ഈസ് യൂസ്ഫുൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ദ ബുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അൽ കിതാബ് എന്ന് പറയുന്നത് അത് മുബ്തദയാണ്, നാഫി എന്ന് പറയുന്നത് ഖബറുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മുബ്തദ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുബ്തദയും ഖബറും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ജുംലക്കാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുക. ഉദാഹരണം നോക്കൂ, മുബ്തദയും ഖബറും വേറെ വേറെ കോളായി കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു ജുംലത്തുൻ ഇസ്മിയ ആകുന്നത് ഏറ്റവും ഇടത് വാക്കിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ആദ്യം നമുക്ക് ഖബറാണ്, നാഫി എന്ന് പറഞ്ഞ ഖബറാണ്, കിതാബ് എന്ന് പറഞ്ഞത് മുബ്തദയാണ്. നാഫി എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദം, കിതാബ് പറഞ്ഞ ബുക്ക്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് നമുക്ക് ജുംലത്തുൻ ഇസ്മിയ ഉണ്ടാക്കുന്നതാണ്. അപ്പുറത്ത് അൽ ജുംല എന്നതിന് താഴെ കാണുന്നത് അൽ കിതാബ് നാഫിയുൻ, കിതാബ് ഉപകാരപ്രദമാണ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ മുബ്തദയായി ഖബറായി ഒരു ഇസ്മ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അൽ കിതാബ് എന്ന ഇസ്മാണല്ലോ. താഴെ ഒരു വേറെ ഉദാഹരണം കൂടി നോക്കാം. മുഫ്തരിസുൻ നമിറു അല്ലേ. ഇപ്പം നമിറിനെ കുറിച്ച് പറയുകയാണ്, നമിർ പുലിയെ കുറിച്ച് പറയുകയാണെന്ത്, അതൊരു വേട്ടയാടി പിടിക്കുന്ന ഒരു വന്യജീവിയാണ് എന്നാണ് പറയുന്നത്, മുഫ്തരിസുൻ. അപ്പോൾ അതിനോട് കൂടിച്ചേർത്ത് അൻ നമിറു മുഫ്തരിസുൻ, ഇസ്മ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു മുബ്തദയും ഖബറും ജുംല കൂടിച്ചേർന്ന ജുംലയാണ്. ഇത് നോമിനൽ സെന്റൻസ് ആണ്. ഓക്കെ, ഇസ്മിയായ ജുംലയാണ്. അതുപോലെ മറ്റൊന്നുകൂടി നോക്കാം. ജദീദുൻ അൽ ഇൽം, ജദീദ് എന്ന പുതിയത്, ഇൽമ എന്ന അറിവ്, അൽ ഇൽമു ജദീദ്, ആ അറിവ് പുതിയതാകുന്നു. നോക്കൂ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇസ്മ കൊണ്ട് ഒരു ജുംല സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് മുബ്തദയും ഖബറും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. താഴെ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ഇനി നോക്കൂ, ജമീഉഹ ജുമലുൻ ഇസ്മിയത്തുൻ മുഫീദത്തുൻ ദൂനൽ ഹാജത്തി ഇലാ ഫീലിൻ. മുകളിൽ കൊടുത്ത ഓരോ ജുംലകളുടെയും പ്രത്യേകത, നോമിനൽ സെന്റൻസുകളുടെ എല്ലാം പ്രത്യേകത, അതിനൊന്നും ഒരു ഫീലിലേക്ക് ആവശ്യമില്ല. കാരണം അതിന് സ്വയം ഒരു അർത്ഥപൂർണമായ സംഗതിയാണുള്ളത്. അവിടെ ഫീലിൻ്റെ ആവശ്യമില്ല, അർത്ഥം പൂർത്തിയാകുന്നുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, അൽ ഇൽമു ജദീദുൻ കാണുന്നുണ്ടല്ലോ, അൽ ഇൽമു ജദീദ് അർത്ഥം പൂർത്തിയാകുന്നുണ്ട്. ആ അറിവ് പുതിയതാകുന്നു, അത് അർത്ഥം പൂർത്തിയായി. ഇനി വേറൊരു ഫീലിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അത് കാര്യം മനസ്സിലാക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ചില മുലാഹലാത്തുകൾ പറയുകയാണെങ്കിൽ എന്താണ്? ഒന്നാമത്തെ അൽ മുബ്തദ. മുബ്തദയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൽ മുബ്തദ ഗാലിബൻ യകൂനു മാരിഫ. മുബ്തദ മിക്കവാറും മാരിഫയായിരിക്കും, അഥവാ ഒരു പ്രത്യേകമായ ശൈലിൻ്റെ പേരിൽ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ മുകളിൽ ഉദാഹരണമൊക്കെ നോക്കിയാൽ നമ്മൾ ഒരു 3 ഉദാഹരണം നമ്മൾ വിശദീകരിച്ചു. എല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞു കൊടുത്ത് നോക്കുമ്പോൾ അൽ കിതാബു പറഞ്ഞു മാരിഫ ആക്കിയിട്ടേ പറഞ്ഞു. അപ്പോൾ മുബ്തദ പലപ്പോഴും മാരിഫ ആയിട്ടാണ് അധികം ഉണ്ടാവുക. തൊട്ടതായ അൻ നമീറു മുഫ്തരിസുൻ, അതിൻ്റെതായ അൽ ഇൽമു ജദീദ്. ഇതിൽ 3ലും നമുക്ക് കാണാൻ നമ്മൾ മുബ്തദയായിട്ട് ഈ നോമിനൽ സെൻറ്റൻസിലെ മുബ്തദയായിട്ട് വരുന്ന ഭാഗം അത് മാരിഫ ആയിട്ടാണ് വരാറുള്ളത്. സാധാരണ അങ്ങനെയാണ് വരിക. ഇനി ഖബറിൻ്റെ വിഷയത്തിൽ പല ടൈപ്പുകൾ ഉണ്ടാവും. ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. മുബ്തദയും ഖബറും കൂടി ജുംല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്തായിരിക്കും, ആ ഖബർ പല ടൈപ്പിൽ വരും. ഖബർ ചിലപ്പോൾ എന്തായിരിക്കും, കേവലം ഒരു ഇസ്മായിരിക്കും, അതാണ് നെക്റയായ ഇസ്മായിരിക്കും, അല്ലെങ്കിൽ മാരിഫയായ ഇസ്മായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫീലിയായ ജുംലയായിരിക്കും. ഉദാഹരണം നോക്കാം. മിസാൽ നെക്റയായ ഉദാഹരണം നാഫിയു. അപ്പം അൽ ഇൽമു നാഫിയു എന്ന നേരത്തെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, അതെടുത്ത് നോക്കിയാൽ അൽ ഇൽമു എന്ന മുബ്തദ, നാഫിയു എന്ന് പറയുന്നത് ഖബർ. ആ ഖബർ മാത്രം എടുത്ത് നോക്കിയാൽ എന്താണ് ഇവിടെ നാഫിയു എന്നുള്ളത്? ഏതാണ് നാഫിയു എന്നുള്ളത്? പിന്നെ കാണുന്നുണ്ടല്ലോ, അത് നെക്റയാണ്. ഓക്കെ, അപ്പോൾ ഖബർ ചിലപ്പോൾ നെക്റയായിട്ട് വരാം. ഈ ഖബർ മാരിഫയായി വരുന്ന ഉദാഹരണം കാണാം. അൽ വലദു അഖി. അല്ല ജുംല നോക്കൂ, അൽ വലദു എൻ്റെ കുട്ടി, അല്ല അൽ കുട്ടി, അഖി എൻ്റെ സഹോദരനാണ്, ആ കുട്ടി എൻ്റെ സഹോദരനാണ്. അപ്പോൾ അൽ വലദു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയപ്പെട്ട കുട്ടി എന്ന് പറയുന്നുണ്ട്. അഖി എൻ്റെ സഹോദരനാണ്. അത് അഖി എന്ന് പറഞ്ഞാൽ മാരിഫയാണ്. കാരണം നമ്മൾ ഇദാഫത്തോടെ മാരിഫയായിട്ടാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ സഹോദരൻ പറയുന്നത് മാരിഫ ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഖബർ മാരിഫയായി വരുന്നതിന് ഉദാഹരണമാണ്. അഖി എന്ന് പറയുന്ന പദമാണ് അവിടെ ഖബർ, അതെന്താണ് മാരിഫയാണ്. ഇനി ഖബർ ഇപ്പോൾ നിക്കറ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു, ആണ് നാഫിയും. ഖബർ മാരിഫയ ഉദാഹരണം പറഞ്ഞു, അതാണ് അഖി. ഇനി ഖബർ ഒരു ഫീലിയായ ജുംലയായിട്ടും വരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫീലിയായ ജുംല എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഫീലിയായ ജുംല പറഞ്ഞാൽ ഫീൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ജുംല, വളരെ ഈസിയാണ്. നോക്കൂ, ആ താലിബു എതിർസു. ആ താലിബു എതിർസു എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ഇസ്മിയായ ജുംലയാണ്. കാരണം ആ ജുംലയിലേക്ക് നോക്കുമ്പോൾ ആ ജുംല എന്താണ്, ഇസ്മ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ താലിബു എന്ന് പറഞ്ഞ ഇസ്മാണ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് മുബ്തദയാണ്. അതിൻ്റെ ഖബർ നോക്കൂ, എതിർസു എന്നുള്ള അതിൻ്റെ ഖബർ. ആ താലിബു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി എതിർസു അവൻ പഠിക്കുന്നു നാടുള്ളത്. അപ്പോൾ എതിർസു എന്ന് പറയുന്നതാണ് അവിടുത്തെ ഖബർ. ആ എതിർസു എന്ന് പറയുന്ന ഒരു ഫീലാണല്ലോ. അപ്പോൾ ഇപ്രകാരം ഖബർ ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ജുംലയാവാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖബർ 3 ടൈപ്പിലാവാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? ചിലപ്പോൾ നെക്റയാവാം, ചിലപ്പോൾ മാരിഫയാവാം, ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ജുംലയാവാം. പക്ഷെ മുബ്തദ അധികം എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ മാരിഫയായിട്ട്
അങ്ങനെയാണ് ഉണ്ടാവുക. അതാണ് അതിൻ്റെ ശൈലി. ഇനി അൽ ജുംലത്തുൽ ഇസ്മിയ തബ്ഖി ജുംലത്തൻ ഇസ്മിയത്തൻ ഹത്താ ലൗ ദഖലത് അലൈഹാ ബഅദുൽ ഹുറൂഫി അവൽ അഫ്ആലി. ഇസ്മിയായ ജുംലകൾ അത് ഇസ്മിയായ ജുംലയായിട്ട് തന്നെ ബാക്കിയാവും. ഹത്താ ലൗ ദഖലത് അലൈഹാ ബഅദുൽ ഹുറൂഫി, ആ ഇസ്മിയായ ജുംലയുടെ മേൽ ചില ഹർഫുകൾ പ്രവേശിച്ചാലും അവൽ അഫ്ആലി അല്ലെങ്കിൽ ചില ഫീലുകൾ പ്രവേശിച്ചാലും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പിന്നെ ഈ നാസിഖുകളിൽപ്പെട്ട പിന്നെ നാസിഖിൻ്റെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ ക്ലാസ്സുകളിൽ BA തലത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിശദീകരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നോക്കൂ, ഒന്ന് ഉദാഹരണം, ഖബർ വേറെ കോളം കൊടുത്തിട്ടുണ്ട്, മുക്തദ കൊടുത്തിട്ടുണ്ട്, നാസിഖിൻ്റെ അക്ഷരം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അത് മുഴുവൻ കൂട്ടിച്ചേർത്തിട്ടുള്ള ജുംലയാണ് അൽ ജുംല എന്ന് പറഞ്ഞ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കാം നമുക്ക്. അൽ ഖബറു നായിമുൻ, നായിമുൻ ഉറങ്ങുന്നവനാണ് എന്നാണല്ലോ അർത്ഥം. അൽ തിത്തു, തിത്തു അല്ല പൂച്ച, ആ പൂച്ച ഉറങ്ങുകയാണ് എന്നതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന എന്ന് പറയുന്ന നാസിഖിൻ്റെ അക്ഷരം ചേർക്കുന്നു. അപ്പോൾ ഈ അർഫ് ചേരുന്ന സമയത്ത് നോക്കൂ, ഇസ്മിയായ ജുംലയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഏറാബിയായ മാറ്റങ്ങളല്ല ഉദ്ദേശിച്ചത്, ഇസ്മിയായ ജുംല അവിടെ ഉണ്ടാവും. ആ ജുംലക്ക് എന്തില്ല, തകരാറില്ല. അതവിടെ പറഞ്ഞ് ചില ഉറൂഫുകൾ അതിൻ്റെ മേൽ പ്രവേശിച്ചാൽ പോലും അത് ഇസ്മിയായ ജുംലയായിട്ട് തന്നെ ബാക്കിയാകും. അതാണ് ഇവിടെ കാണുന്നത്. നോക്കൂ, ഇന്നൽ തിത്താനായിമു, ഇപ്പോൾ ഇസ്മിയായ ജുംലയിൽ വന്ന രൂപമാണ് കാണുന്നത്. അവിടെ നോക്കൂ, ആ ഇസ്മിയായ ജുംലക്ക് അത് തകരാറുണ്ടായിട്ടില്ല, ഇന്ന പ്രവേശകമുണ്ട്. നോക്കൂ, ഇന്നൽ തിത്താനായിമുൻ, ആ പൂച്ച എന്താവും, നിശ്ചയം ആ പൂച്ച എന്താവും, ഉറങ്ങുന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം വരിക. അവിടെ ഇപ്പോൾ നോക്കൂ, ഇന്ന പ്രവേശകം കൊണ്ട് ഇസ്മിയായ ജുംല പൊളിഞ്ഞു പോയോ? ഇല്ല. അൽ തിത്തു നായിം എന്ന് പറയുന്ന അൽ തിത്തു എന്ന് മുക്തദയും നായിം എന്ന് ഖബറുമായി വരുന്ന ആ ജുംലക്ക് യാതൊരു തകരാറും ഉണ്ടായിട്ടില്ല. ഇനി ലാ എന്ന് പറയുന്ന വേറെ അക്ഷരം നോക്കാം. ഇത് ജിൻസ് നെഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ലാ എന്നത് അതിൽ കയറുമ്പോൾ അതിലെന്താവുന്നില്ല, ഇസ്മിയായ ജുംലക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. ലൽ തിത്തു നായിമുൻ, അല്ലേ, എന്തല്ല, പൂച്ച ഉറങ്ങുന്നത് അല്ല. അവിടെയും ലാ പ്രവേശം കൊണ്ട് അൽ തിത്തു നായിം എന്ന് പറയുന്ന ഇസ്മിയായ ജുംലക്ക് യാതൊരു തകരാറും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് നോക്കൂ, കാന പ്രവേശിക്ക് നോക്കൂ. കാന നാസിഖിൻ്റെ ഫീലുകളിൽപ്പെട്ടതാണ്. കാനൽ തിത്തു നായിമൻ, അല്ലേ, പൂച്ച ഉറങ്ങുന്നതായിരുന്നു. ഇവിടെയും നിങ്ങൾ നോക്കൂ, ഇവിടെയും എന്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൽ തിത്തു നായിം എന്ന് പറയുന്ന ഇസ്മിയായ ജുംലക്ക് സ്ട്രക്ചറിന് പ്രശ്നമൊന്നുമില്ല എന്നർത്ഥം. അതായത് ചെറിയ ഇറാബുകളിൽ മാറ്റം ഉണ്ടാവും, അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ മൊത്തത്തിൽ ഇസ്മിയാ ജുംല അങ്ങനെ തന്നെ ബാക്കിയാകുന്നു. ഇസ്മിയാ ജുംല ബാക്കിയാവുന്ന വേറെ ഏതാണെന്ന് നോക്കൂ, ലാത്ത ലൈസയോട് സാദൃശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ്. അത് പ്രവേശിക്കുന്നുള്ളതുകൊണ്ട് ലാത്ത വക്തു നൗമിൻ എന്ന് പറയുന്നിടത്ത് അവിടെ എന്താക്കുന്നില്ല, എന്തായി, പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ അവിടെ ആ സ്ട്രക്ചറിന് അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന ഇസ്മിയ ജുംലക്ക് അവിടെ പ്രശ്നമൊന്നും വരുന്നില്ല. അത് ഇസ്മിയ ജുംല അവിടെ ബാക്കിയാകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി മറ്റു വിഷയങ്ങളിലേക്ക് നോക്കാം. ആദ്യം ഉറൂഫ് അവൽ അഫ്ആലു ലാ തുഖ്റിജുൽ ജുംലത മിൻ കൗനിഹാ ഇസ്മിയത്തൻ. മുകളിൽ കാണുന്ന അക്ഷരങ്ങൾ അതുപോലെ ഫീലുകൾ, കാനയോ ലാത്തയോ അല്ലെങ്കിൽ മുമ്പുള്ള ഹർഫുകൾ പറയാൻ മാ ലാ, ഇതൊന്നും ലാ തുഖ്റിജുൽ ജുംലത, ഈ ജുംലയെ പുറപ്പെടുവിക്കുന്നില്ല മിൻ കൗനിഹാ ഇസ്മിയത്തൻ, ആ ജുംല ഇസ്മിയായിരിക്കുക എന്ന് പറയുന്നതെന്ന് പുറത്താക്കുന്നില്ല. വെച്ചാൽ ഇസ്മിയ ജുംലയായിട്ട് തന്നെ അത് ബാക്കിയാകുന്നുണ്ട്. പക്ഷെ പക്ഷെ ഇറാബിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, കാന വരുന്ന സമയത്ത് ഇസ്മിനോട് എന്തായി, കാനൽ തിത്തു എന്നിടത്ത് റഫാണെങ്കിലും നായിം എന്ന് പറഞ്ഞ ഖബർ വരുന്നിടത്ത് എന്തായി, നസ്ബായി. തൊട്ട് മുകളിൽ ലൽ തിത്തു നായിം എന്ന് പറഞ്ഞിടത്ത് അവിടെ ലൽ തിത്ത നായിം എന്നാണുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ചെറിയ മാറ്റങ്ങളുണ്ട്. ഇന്നൽ തിത്ത നായിം എന്ന് പറഞ്ഞിടത്തും മുക്തദക്ക് എന്തായി, നസ്ബ് കിട്ടുന്നുണ്ട്. അത് ഇന്ന കൊണ്ട് കിട്ടിയതാണ്. നായിം എന്നത് ഖബർ തന്നെയാണ്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെറിയ ഇറാബിയായ ചില മാറ്റങ്ങൾ ഉണ്ടാവാം എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് അത് ഇസ്മിയായ ജുംലയായി തുടരുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മൊത്തം പറഞ്ഞതിൻ്റെ അടുത്ത് ചുരുക്കം എത്രയേ ഉള്ളൂ. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും, അത് മനസ്സിലാക്കുക. ജുംലത്തുൽ ഇസ്മിയ ഇസ്മ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും, ജുംലത്തുൽ ഫീലിയാണ് ഫീൽ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. അതിൽ തെത്തക്കവൻ മേൻ മുക്തദയും ഖബറിന് അതിൽ മുക്തദി ഖബറും ഉണ്ടാവും. അൽ ഖബറു യംകിനു അൻ യകൂന നിക്റ, ഖബർ ചിലപ്പോൾ നിക്റയാവാം, അല്ലെങ്കിൽ മാരിഫയാവാം, അല്ലെങ്കിൽ ഫീലാവാം. മൂന്നിൻ്റെ ഉദാഹരണം മുകളിൽ പറഞ്ഞു. പിന്നെ ദുഖൂൽ നാസിഖി മിസ്ലു കാന, അതുപോലെയുള്ള നാസിഖുകളോ അല്ലെങ്കിൽ ഉറൂഫുകളോ ലാ യുഖ്രിജുൽ ജുംലത മിനൽ ഇസ്മിയത്തി, ആ ജുംലയെ ഇസ്മിയായി നിലനിൽക്കുന്നതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞതൊക്കെ എന്താണ്, ഇസ്മിയായ ജുംലയായി തുടരുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നില്ല. ഇത്രയേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാറുള്ളൂ.
ഇനി മൂന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ് 1 മൂന്നാമത്തെ ചാപ്റ്ററിൽ ജെൻഡറാണ് വിഷയം. അഥവാ നമ്മൾ ആണ് പെണ്ണ് വേർതിരിക്കുന്നത് പല ഭാഷകളിലും ഉണ്ടാകും. അപ്പോൾ അത് നമ്മളെ അറബിയിൽ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെന്നാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മാ ഹുവൽ മഖ്സൂദ് ബിൽ ജിൻസി, ഈ ജിൻസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? അൽ ജിൻസ് ബിൽ ലുഗത്തുൽ അറബിയ യാനി തമീസുൽ ഇസ്മി ഇലാ മുദക്കർ മുഅന്നസ് മുശ്തറകും ബൈന തദ്കീരി വ തഅനീസ്. നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. നമ്മളൊരു ഇസ്മ കിട്ടിയാൽ ആ ഇസ്മ നമ്മളത് മുദക്കറാണോ മുഅന്നസാണോ, അതല്ല മുദക്കറോ മുഅന്നസ് രണ്ടിൻ്റെ ഇടയിലുള്ള മുശ്തറക്കായ രൂപമാണോ എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക. അതാണ് വേർതിരിക്കുക. അതിനാണ് ജിൻസ് എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില വേർഡുകൾ നമുക്ക് മുദക്കറാണെന്ന് പറയാൻ കഴിയില്ല, മുഅന്നസാണെന്ന് പറയാൻ കഴിയില്ല, രണ്ടിനും ഉപയോഗിക്കുന്നതാണ് ഒരുപോലെ. അങ്ങനെയുള്ള വേർഡുകൾ ഉണ്ടാകും. അപ്പോൾ അതും അതുപോലെ മുദക്കർ മുഅന്നസ് തുടങ്ങിയ എല്ലാ സംഗതികളെ കുറിച്ച് വേർതിരിക്കുന്നതിനാണ് നമ്മൾ ജിൻസ് എന്ന് പറയുന്നത്, നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മുദക്കർ? യൻഖസിമു ഇലാ മുദക്കറിൻ ഹഖീഖിയ്യിൻ. ഈ മുദക്കർ തന്നെ പല ടൈപ്പുകളുണ്ട്. മുദക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മെയിൽസ് ഫീമെയിൽസ് വരെ. അപ്പോൾ അതിൽ മുദക്കറാണെങ്കിൽ തന്നെ അതിലെന്താണ്, അത് പല ടൈപ്പുണ്ട്. ഒന്ന് മുദക്കറുൻ ഹഖീഖിയ്യിൻ. ഹഖീഖിയ്യായ മുദക്കർ എന്ന ടൈപ്പുണ്ട്. അതെന്താ? യദുല്ലു അലാ ദക്കരി മിനൽ ഇൻസാനി അവൽ ഹൈവാനി, ജീവികളിലെയോ മനുഷ്യരിലെയോ ഒക്കെ പുരുഷന്മാരെ അറിയിക്കുന്നതിനാണ് മുദക്കറുൻ ഹഖീഖി എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ റജുലുൻ, പുരുഷൻ എന്നൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ. അസദുൻ, താലിബുൻ, ഹംസ, അന്തറ തുടങ്ങിയവയൊക്കെ എന്താണ്, ജീവികളിലെയോ അല്ലെങ്കിൽ മനുഷ്യരിലെയോ ഒക്കെ പുരുഷന്റെ ഒരു മെയിൽ കൗണ്ടർ പാർട്ടിനെ അറിയിക്കുന്നതാണ്. അതാണ് മുദക്കർ ഹഖീഖി. ഈ മുദക്കർ തന്നെ മജാസിയായതിൻ്റെ ആശയപരമായിട്ട് മുദക്കറായത്. അത് പിന്നെ ദക്കറിൻ ഹഖീഖിയ്യിൻ, അതൊരു ഹഖീഖിയായ പുരുഷന്റെ മേൽ അറിയിക്കുന്നില്ല. ലാക്കിൻ യുആമിലു മുആമലത്തൽ മുദക്കരി, ഒരു മുദക്കറിനോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുക, ചില പിന്നെ നഹവിയായ വിഷയം ഗ്രാമാറ്റിക്കലി ഒക്കെ നമ്മൾ ഒരു മുദക്കറിനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുക അതേ പ്രകാരമാണ് അത്തരം വേർഡുകളെയും നമ്മൾ സമീപിക്കേണ്ടത്. പക്ഷെ അതെന്തല്ല, യഥാർത്ഥത്തിൽ അതൊരു മുദക്കറല്ല, ആശയപരമായി മാത്രം മുദക്കറായി ഉപയോഗിക്കുന്നതാണ്. ഇതിൽപ്പെട്ടാണ് കിതാബ്. നോക്കൂ, കിതാബ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അത് നമ്മൾ മുദക്കറായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ മുദക്കറായ എന്ന് പറഞ്ഞാൽ പേര് സമീഹുൻ എന്ന് പേര് പറഞ്ഞു, അതൊരു ആണിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ അതിലേക്ക് നൊമീർ ഉപയോഗിക്കുമ്പോൾ ഹുവ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ എവിടെയും ഹുവ എന്നാണ് ഉപയോഗിക്കുക എന്നർത്ഥം. അതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞത്, മുദക്കറിനോടുള്ള മുആമലത്ത് എങ്ങനെയാണോ ഉണ്ടാവുക അതേ പ്രകാരമാണ് മജാസിയായ മുദക്കറിലും ഉണ്ടാവുക. കിതാബ്, ജബൽ, ത്വരീഖ്, ബഹർ, ഖലം, സഹാബ് എല്ലാം ഒരു ഉദാഹരണങ്ങളാണ്. ആദ്യം പറഞ്ഞത് കിതാബ് പറഞ്ഞാൽ പുസ്തകം, ജബൽ മല, ത്വരീഖ് വടി, ബഹർ കടൽ, ഖലം പേന, സഹാബ് മേഘം. ഓക്കെ, ഇനി നോക്കൂ അൽ മുഅന്നസ്. മുഅന്നസ് ആയത് നോക്കൂ, മുഅന്നസ് തന്നെ 3 ഇനങ്ങളുണ്ട് എന്നാണ്. മുഅന്നസ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ലഫ്ദിയായി മാത്രമുള്ള മുഅന്നസ്, ലഫ്ദിൽ മാത്രം മുഅന്നസാണ്. അങ്ങനത്തെ ഉണ്ട്. അതിൽപ്പെട്ടാണെന്ത് തഅനീസിന്റെ അലാമത്ത് ഉണ്ടാവുക, അഥവാ മുഅന്നസിന്റെ അറിയിക്കുന്ന ഒരു താ ഉണ്ട്. അതിന് നമ്മളെന്ത് പറയാം, താവുൽ മർബൂത്ത എന്ന് പറയും. ഈ റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നർത്ഥം. ഒരു സഞ്ചി അതിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ട് ആ സഞ്ചി പഴയ കാലത്തൊക്കെ നമ്മൾ കിഴി കെട്ടുക എന്ന് പറയില്ല, അങ്ങനെ കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ശൈലിയാണ് ഈ താലുണ്ടാവുക. നമ്മൾ ഹാത്താ എന്ന് പറയും. അതാണ് താവുൽ മർബൂത്ത എന്ന് പറയുന്നത്. അത് മുഅന്നസിന്റെ മേലെ അറിയിക്കുന്നതാണ്. നോക്കൂ, ലാക്കിന്റെ മാനാവലൈസമുൻസ, പക്ഷെ അതിന്റെ ആശയം മുഅന്നസ് ആയിക്കോളണമെന്നില്ല. ഉദാഹരണം ഹംസ, പേരിൽ നോക്കുമ്പോൾ അതിന്റെ ആശയം അതൊരു ആണിന്റെ പേരാണ്. പക്ഷെ അതിൽ ആ താവുൽ മർബൂത്ത ഉണ്ട്, അത് തഅനീസിന്റെ അലാമത്തുണ്ട്. ഇങ്ങനെ തഅനീസിന്റെ അലാമത്തുള്ളതുണ്ടാവാം. ത്വൽഹ, ഉസാമ, അൻതറ എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ്. അതിൽ കേവലം അത് ലഫ്ദിയായി മാത്രമേ മുഅന്നസ് എന്ന് പറയുള്ളൂ. ശരിക്കും എന്തല്ല, മുഅന്നസ് അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വേർഡുകളെല്ലാം ഉസാമ, ഉബൈദ, അൻതറ, ഹുസൈഫ എന്നൊക്കെ നമ്മൾ ദാൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അങ്ങനെ 4ാമത്തെ കാറ്റഗറി ആയിട്ട് ആ കാറ്റഗറിയിൽ വരുന്നതെല്ലാം ഈ പറയുന്ന രൂപത്തിൽ എന്താണ്, ആശയപരമായി നോക്കുമ്പോൾ അത് ഏതാണ്, അത് മുദക്കറാണ്. പക്ഷെ അതിൽ അടയാളം നോക്കുമ്പോൾ അത് മുഅന്നസുമാണ്. ആ ടൈപ്പിൽ വരുന്നതാണത്. പിന്നെ അടുത്ത് നോക്കൂ, മുഅന്നസുൻ മാനവിയുൽ ഫഖത്ത്, ആ ആശയത്തിൽ മാത്രം അർത്ഥത്തിൽ മാത്രം ഈ ആശയത്തിൽ മാത്രം മുഅന്നസാണ്, ലഫ്ദിൽ അപ്രകാരം ഇല്ല. ഗുമാന വദുൽ അലാ ഉൻസ, അതിൻ്റെ ആശയം സ്ത്രീലിംഗത്തെ അറിയിക്കുന്നു. ലാക്കിൻ ലൈസ ഫീ അലാമത്ത് തഅനീസ്, പക്ഷെ അതിലില്ല, തഅനീസിന്റെ അലാമത്തായിട്ട് ഒന്നുമില്ല. ഉദാഹരണം ഫാത്തിമ, ലൈല.
സോറി, ആ ഉദാഹരണത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഫാത്തിമയിൽ താവ് തൈനീസ് ഉണ്ടല്ലോ, ലീല എന്നുണ്ടെങ്കിലും തൈനീസിൻ്റെ അടയാളമുണ്ട്. അപ്പോൾ അത് രണ്ടും മാറ്റി വെക്കാം. ഉദാഹരണം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ദാറ് ഉദാഹരണം എടുത്തോ, ദാറ്. അതിലിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽപ്പെട്ടത്. അതിലെന്തില്ല, മുഅന്നസിൻ്റെ പേര് അറിയിക്കുന്ന ഒന്നുമില്ല, തൈനീസിൻ്റെ അടയാളമായൊന്നുമില്ല. പക്ഷെ എന്താണ് അതിൻ്റെ ആശയം അറിയിക്കുന്നത് സ്ത്രീലിംഗത്തിൻ്റെ മേലിലാണ്. അതുപോലെ ഷംസ് എന്നുള്ളതിൽപ്പെട്ടാണ് അല്ലേ. ഷംസ് എന്നുള്ള ഖുർആനിൽ പലയിടങ്ങളിലും ഉപയോഗിക്കപ്പെട്ട പദമാണ്. അവിടെയെല്ലാം തൈനീസിൻ്റെ അടയാളം അഥവാ മുഅന്നസാണ് ശേഷമുള്ള വാക്കുകൾ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഷംസ് തജിരി എന്നാണ് ഉപയോഗിച്ചത്. കാരണം ഷംസ് മുഅന്നസ് ആയതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണെന്നില്ല, ഷംസ് എന്ന് പറയുന്ന പദത്തിൽ തൈനീസിൻ്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ നഫ്സ് അല്ലെ, ആ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന അല്ലെ, അവിടെയൊക്കെ അയ്യത്തുഹ എന്നാണ് ഉപയോഗിച്ചത്. അത് നഫ്സ് മുഅന്നസ് ആയതുകൊണ്ടാണ്. പക്ഷേ അതിൽ മുഅന്നസിൻ്റെ പേര് അറിയിക്കുന്ന അടയാളങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ റേറ്റം മുഅന്നസ് മാനവി വ ലഫ്ലി. ലഫ്ലിയായും മാനവിയായിട്ടും രണ്ട് നിലക്കും മുഅന്നസായും. അതിൽപ്പെട്ടാണ് ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാത്തിമ ഒക്കെ വരേണ്ടതാണ്. ഉദാഹരണം കൂടെ ചെറിയൊരു മിസ്റ്റേക്ക് മാറിപ്പോയതാണ്. ശരിക്ക് ഫാത്തിമയിൽ വരേണ്ടതല്ല, മൂന്നാമത്തേൽ വരേണ്ടതാണ്. അതുപോലെ ജമീല അതിൽപ്പെട്ടാണ്, സെൽമ അതിൽപ്പെട്ടാണ്. കാരണം അതിലൊക്കെ മുഅന്നസിൻ്റെ പേര് അറിയിക്കുന്ന അടയാളങ്ങളുണ്ട്. സെൽമ എന്നുള്ളതിൽ നമ്മൾ അലിഫ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ താലിബത്തുള്ളടുത്ത് താവ് മർബൂത്ത എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ അരിക്കെട്ട് ഷേപ്പിലുള്ള താവ് വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ താഴെ പറയുമ്പോൾ മനസ്സിലാവും. ഇനി വേറൊരു ടൈപ്പുള്ള എന്താണെന്ന് വെച്ചാൽ മാ യജൂസു തസ്കീറുഹു വ തഅനീസുഹു. അതിനെ മുദക്കറും ആക്കാം, മുഅന്നസും ആക്കാം. രണ്ടും ഒരുപോലെ അനുവദനീയമാകുന്ന വേറെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ടൈപ്പാണ് പറഞ്ഞത്. ഒന്ന് മുദക്കർ, ഒന്ന് മുഅന്നസ്, ഒന്ന് രണ്ടിനെയും കൂടി ഉപയോഗിക്കുന്ന വേർഡുകളുണ്ട്, രണ്ടിലും ഉപയോഗിക്കുന്ന. അതാണ് അവിടെ പറയുന്നത്. മുദക്കറായി മുഅന്നസായിട്ട് നമ്മൾ അതിനോട് പെരുമാറാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡുകൾ, ഉപയോഗത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന, നമ്മൾ മുദക്കറും മുഅന്നസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡുകൾ താഴെ പറയുന്നവയാണ്. ഒന്ന് ത്വരീഖ്, മറ്റൊന്ന് സിക്കീൻ, സുജാൽ, സ്വാർ, ഇങ്ങനെയുള്ള പദങ്ങളുണ്ട്. അത്തരം പദങ്ങൾ എന്താണ്, രണ്ട് നിലക്കും നമ്മൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി തൈനീസിൻ്റെ അലാമത്തുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അലാമത്തുകൾ തന്നെയാണ്. ഒന്നാമത്തേത് താവൽ മർബൂത്ത, ഈ കെട്ടുള്ളതാണ്. അപ്പോൾ താലിബത്ത്, ഫാത്തിമത്ത്, ജമീലത്തിലൊക്കെ ഏർപ്പെട്ടതാണ്. അലിഫുൽ മംദൂദ അഥവാ അവസാനം ഒരു അലിഫും ഒരു ഹംസയും ഉണ്ടാവും. അല്യ, സുഹറാ തുടങ്ങിയ പോലെ. പിന്നെ അലിഫുൽ മഖ്സൂറ അഥവാ അവസാനം ഒരു യാ ഉണ്ടാവും, തൊട്ടും ഒരു അലിഫിനെ ധ്വനിപ്പിക്കുന്ന സംഗതി ഉണ്ടാവും. സെൽമ, ലൈല ഒക്കെ പോലെ. അലിഫുൽ മഖ്സൂറ എന്ന് പറയാം. ഇതൊക്കെ മുഅന്നസിൻ്റെ പേര് അറിയിക്കുന്നതാണ്. ഓക്കെ. വഹിയാന ലാ തുജുദു അലാമത്തുൻ വലാകിൻ ഇസ്മുൽ മുഅന്നസി ബിൽ ഉർഫി അല്ലേ. അയാൾ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ അതുണ്ടാവില്ല, തൈനീസിൻ്റെ അലാമത്തൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ആശയം മുഅന്നസിൻ്റെ പേര് അറിയിക്കും. ആ ടൈപ്പ് നേരത്തെ പറഞ്ഞല്ലോ, ഷംസ്, നാറ്, ദാറ് ഒക്കെ പോലെ. ഇനി പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. ഒന്ന്, തദ്കീർ വൽ അസ്ലു ഫിൽ ലുഗത്തിൽ അറബിയ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ മുദക്കർ എന്നുള്ളതാണ് ഈ അറബിക് ഭാഷയിലെ അസ്ല് എന്ന് വെച്ചാൽ ഒരു വേർഡ് അത് മുഅന്നസ് ആവാനുള്ള അടയാളങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആരും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ മുദക്കറായി. അതാണ് അസ്ല് പറയുന്ന താല്പര്യം. അഥവാ നമ്മൾ പ്രത്യേകമായ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. ആ അടയാളങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ അതേസമയം മുദക്കറ പിന്നെ അങ്ങനെ ഇല്ലാത്ത ബാക്കിയുള്ളതെല്ലാം മുദക്കറായിരിക്കും, മുഅന്നസിൻ്റെതല്ലാത്ത. അപ്പോൾ മുഅന്നസ് യുമയ്യിസു ബി അലാമാത്തിൻ. അപ്പോൾ മുഅന്നസിനാണ് അലാമത്തുകൾ വേണ്ടത്. കാരണം മുദക്കർ ബാക്കിയുള്ളതൊക്കെ മുദക്കറായിരിക്കും എന്ന് പറയും. മുഅന്നസിന് ചില പ്രത്യേകമായ അലാമാത്തുകളുണ്ട്. അതാണ് മുഅന്നസു യുമയ്യിസു ബി അലാമാത്തിൻ. മുഅന്നസ് ചില അടയാളങ്ങൾ കൊണ്ട് വേർതിരിക്കപ്പെടും. പിന്നെ അസ്മാഉൽ മുദുനി വൽ ബുൽദാൻ മുഅന്നസുൻ ഗാലിബൻ. ചില സാധാരണ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ പറയുന്നത് ഈ നഗരങ്ങളുടെ പേരുകൾ, അതുപോലെ രാജ്യങ്ങളുടെ പേരുകൾ, ഇതൊക്കെ മിക്കവാറും എന്തായിരിക്കും, മുഅന്നസായിരിക്കും എന്നുള്ളതാണ്. ഉണ്ടോ ലോകത്തിൽ അറബിയ വൽ മുഅന്നസ്. മക്ക ഉദാഹരണം പറയാം, മക്ക ഒരു നഗരത്തിൻ്റെ പേരാണ്, അപ്പോൾ അത് മുഅന്നസാണ്. ദിമഷ്ക് സിറിയയുടെ തലസ്ഥാന നഗരമാണ് ഡമസ്കസ്, അത് പിന്നെ എന്താണ് മിസ്ർ അല്ലെ, ഈജിപ്ത്. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ പേരാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താകുന്നുണ്ട്, അത് മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മനസ്സിലായോ? മറ്റൊന്ന് അഅ്ളാഉൽ ജിസ്മി അസ്സൗജിയ അദത്തൻ മുഅന്നസത്തുൻ. ഇരട്ടയായിട്ടുള്ള മനുഷ്യശരീരത്തിലെ അവയവങ്ങൾ അല്ല, അവയൊക്കെ എന്തായിരിക്കും, സാധാരണ നിലയിൽ മുഅന്നസായിരിക്കും. ഇപ്പോൾ കണ്ണ് 2 കണ്ണുകളുണ്ടല്ലോ, അപ്പോൾ അത് മുഅന്നസായിട്ട് ഉപയോഗിക്കാം. യദ് 2 കൈയുണ്ടല്ലോ, രിജിൽ 2 കാലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇരട്ടകളായിട്ടുള്ള ഓർഗൻസൊക്കെ നമ്മൾ മുഅന്നസായിട്ടാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പിന്നെ അൽ ഖുലാസ, അതിൽ ആകെ പറഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ. മുദക്കർ ഹഖീഖി എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അതിൽ ശരിക്കും എന്താണ്, അത് മാനവിയായിട്ട് ഒക്കെ എന്താണ് മുദക്കറാണെന്ന് അറിയിക്കുന്നതാണ്. റജുലു, അസദൊക്കെ പോലെ. മജാസിയ മുദക്കറുണ്ട്.
അത് നമ്മളെന്താണ് മജാസിയായിട്ട് മാത്രമേ മുതുക്കനെ വിളിക്കുള്ളൂ. കിതാബ് ജബിലൊക്കെ പോലെയാണ്. ലഫ്ദിയായി തന്നെ മുഅന്നസുകളുണ്ട്, പക്ഷെ അത് ആശയപരമായി മുഅന്നസല്ല. പക്ഷെ എന്നാലും ലഫ്ദിൽ അത് മുഅന്നസിന്റെ അലാമത്തുണ്ടെന്നേ ഉള്ളൂ. ഉദാഹരണം തൊൽഹത്ത്, ഉസാമത്തൊക്കെ പോലെ സംഗതി ആണുങ്ങളുടെ പേരാണ്. മാനവിയായ മുഅന്നസ് അഥവാ ആശയത്തിൽ ഇത് മുഅന്നസാണ്. ഉദാഹരണം പോലെ ഷംസ്, ദാറൊക്കെ പോലെ. മുഅന്നസുൽ മാനവി വൽ ലഫ്ദി, ലഫ്ദിയായ മാനവിയായ മുഅന്നസായതുണ്ട്. അതിൽപ്പെട്ടാണ് ജമീല, ഫാത്തിമ, ഫാലിബ, സുആദ്, അലിയ ഒക്കെ പോലെ. മുഅന്നസായിട്ടും മുദക്കറായിട്ടും ഒരുപോലെ നമുക്ക് പെരുമാറാവുന്ന വീടുകളുണ്ട്. ഇൽപ്പെട്ടാണ് ത്വരീഖ്, സിക്കീന്, സുജാജ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ 3 ചാപ്റ്ററുകളാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള എപ്പിസോഡുകളിലായിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകളും നമ്മൾ എന്തായിരിക്കും നടത്തുന്നതായിരിക്കും.